നമസ്കാരം. നമ്മളുടെ കൃഷിയിടത്തിൽ നിൽക്കുന്ന 18-ാം പട്ട തെങ്ങാണിത്. 18-ാം പട്ട തെങ്ങ് ഇത്രയും നാൾ വലിയ സംരക്ഷണമൊന്നുമില്ലാതെ നിൽക്കുകയായിരുന്നു. ഇപ്പം കഴിഞ്ഞ വർഷം ഇതൊന്ന് വൃത്തിയാക്കി ഒന്ന് വളമൊക്കെ ചെറുതായിട്ട്, വളമെന്ന് പറഞ്ഞാൽ ഒരു കിലോ എല്ലുപൊടിയും 1 കിലോ വേപ്പുമണ്ണൊക്കെ മാത്രമേ ഇട്ടുള്ളൂ. ജൈവവളം മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. വന്നു കഴിഞ്ഞപ്പോൾ അതിന് 2 ചൊട്ട കൂമ്പ് വന്നിരിക്കുന്നു. 18 മാസമാകുമ്പോൾ കായ്ക്കുന്ന ഇനമാണിത്. വളരെ നല്ല തെയ്യത്തങ്ങാണ്. ഇത് നമ്മൾ തേങ്ങയുടെ ഉപയോഗത്തിനും കരിക്കിൻ്റെ ഉപയോഗത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റാണ്. കരിക്കിലാണ് നിറച്ച് വെള്ളമുണ്ട്, ടേസ്റ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വളരെ കുഞ്ഞിലെ തന്നെ നമുക്ക് തേങ്ങ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. ഒപ്പം തന്നെ ഒരു ചെറിയ ദോഷവശമുള്ളത്, ഇത് ചെല്ലിയുടെ ആക്രമണം വളരെ പെട്ടെന്നാണ് ഇതിനുണ്ടാകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇത് ചെല്ലി ആക്രമിച്ചതിൻ്റെ ബാക്കി നിൽക്കുന്ന ഒരു ഓലയായി കാണുന്നത് ഇവിടെയുണ്ട്, ഇത്രയുണ്ട്. ഈ ചൊട്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഈ 2 ചൊട്ട ഇപ്പം ഇതിനകത്ത് വന്നിട്ടുണ്ട്. 2 എണ്ണം വന്നതേ ഉള്ളൂ. ഇന്നാണിപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് കാണുന്നത്. അതിന് നമ്മൾ ഈ ശല്യം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മരുന്ന് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്ന ഈ രാസപദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ വേപ്പും പിണ്ണാക്കും ഉപ്പും എംസാൻഡും കൂടെ ചേർത്ത് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്കിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ചെല്ലിയുടെ ശല്യം വളരെയധികം നിയന്ത്രിക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു അനുഭവം. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. ഈ 18-ാം പട്ടയുടെ തൈയും എല്ലാം തന്നെ നമ്മുടെ ഫാമിൽ അവൈലബിൾ ആണ്. കേര അഗ്രികൾച്ചറൽ സൊസൈറ്റിയിലുണ്ട്. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിനോടൊപ്പം ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. തെങ്ങ് കൃഷിക്കാർക്ക് ഏറ്റവും നല്ല ആദായം തരുന്നതും ഒപ്പം തന്നെ ഇതിന് സ്ഥലപരിമിതി, കുറച്ച് സ്ഥലം മതി. ഒരു 5-6 സ്ക്വയർ മീറ്ററിനകത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു തെങ്ങിനമാണ്. വളരെ നല്ല തെങ്ങിനമാണ്. ഇത് കൂടാതെ മറ്റുള്ള എല്ലാ ഫുള്ളനിലങ്ങളും കേര അഗ്രികൾച്ചറൽ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. താങ്ക് യു.